നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കും. വിവിധ വിഭാഗങ്ങളിലുള്ള 3378 സുരക്ഷാ സേനാംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ ആകെ 1076 പോളിംഗ് ബൂത്തുകളാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കും. വിവിധ വിഭാഗങ്ങളിലുള്ള 3378 സുരക്ഷാ സേനാംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലയിലെ 1076 പോളിംഗ് ബൂത്തുകളിലും ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു ഇലക്ഷൻ ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. എല്ലാ ജനങ്ങൾക്കും യാതൊരു ഭയവും കൂടാതെ ബൂത്തുകളിൽ വന്ന് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രഥമമായ കർത്തവ്യം. അതിനുള്ള സുരക്ഷ ഒരുക്കുകയാണ് ഞങ്ങളുടെ പ്രധാനമായ കടമ. ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നമ്മൾ 6 ഇലക്ഷൻ സബ് ഡിവിഷൻ തന്നെ നമ്മുടെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഉദ്ദേശം 3400ഓളം സേനാംഗങ്ങളെ, വിവിധ യൂണിറ്റിൽ നിന്നുള്ള സേനാംഗങ്ങളെ നമ്മൾ ഈ ഇലക്ഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വിന്യസിച്ചിട്ടുണ്ട്. 12 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ, 45 പോലീസ് ഇൻസ്പെക്ടർമാർ, 142 സബ് ഇൻസ്പെക്ടർമാർ, 1450 സിവിൽ പോലീസ് ഓഫീസർമാർ, 178 ആംഡ് പോലീസ് ഉദ്യോഗസ്ഥർ, 74 റിക്രൂട്ട് ട്രെയിനിംഗ് പോലീസ് കോൺസ്റ്റബിൾമാർ, 47 പോലീസ് ഹോംഗാർഡുകൾ, 47 അഗ്നിസുരക്ഷാ ഹോംഗാർഡുകൾ, 144 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ, 21 വിജിലൻസ് ഉദ്യോഗസ്ഥർ, 36 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, 35 എക്സൈസ് ഉദ്യോഗസ്ഥർ, 14 മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, തമിഴ്നാട്ടിൽ നിന്നുള്ള 108 പോലീസ് ഉദ്യോഗസ്ഥർ, 1025 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ എന്നിവരെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിലെ വോട്ടെടുപ്പ് സുഗമമാക്കുന്നതിനായി എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചു. ഇതിനായി പോലീസ് സേനാംഗങ്ങളടക്കം ജില്ലയിൽ സുസജ്ജം. 5 മണ്ഡലങ്ങളായി 3000-ലധികം പോലീസ് സേനാംഗങ്ങളെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.